ഹലോ അസ്സാം വലൈക്കും. ലക്ഷദ്വീപുകാരനാണ്. റിപ്പബ്ലിക് ഡേ ആയിട്ട് ഞങ്ങളും പോയി ഗ്രൗണ്ടിലേക്ക്. ഇതാണ് എൻ്റെ നാട്ടിലെ മിനി സ്റ്റേഡിയം. റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് അതിരാവിലെ തന്നെ ഗ്രൗണ്ടിലേക്ക് പോകണമെന്ന് തലേ ദിവസം രാത്രി ഞങ്ങൾ പ്ലാൻ ചെയ്തു. അങ്ങനെ പതിവ് പോലെ അന്നത്തെ ദിവസവും നേരത്തെ ചെല്ലാൻ പറ്റിയില്ല. ഞങ്ങൾ പോകുമ്പോഴേക്കും പെരേഡെല്ലാം കഴിഞ്ഞ് എല്ലാവരും തിരിച്ച് സ്റ്റേഡിയത്തിന് പുറത്തേക്ക്. അങ്ങനെയാണെങ്കിലും അവസാനത്തെ കുറച്ച് ഭാഗങ്ങൾ കാണാൻ പറ്റിയല്ലോ, അൽഹംദുലില്ലാ ഖൈർ എന്നുള്ള രീതിയിൽ ഞങ്ങൾ അവിടെ ഇരുന്നു. നമ്മളെ കുറച്ച് ചങ്ങായിമാർ കാരണം നമുക്ക് മിസ്സായതിന്ന് നല്ലൊരു പെരേഡും കൂടിയായിരുന്നു കേട്ടോ. അതിൻ്റെ സങ്കടം നമ്മുടെ മുഖത്തുണ്ട്. സാധാരണ റിപ്പബ്ലിക് ഡേയുടെ അന്നാണ് എല്ലാവരും വീഡിയോസ് ഇടാറ്, പക്ഷെ എനിക്കത് പറ്റിയില്ല. ഇന്ത്യ എന്ന നമ്മുടെ മഹാരാജ്യത്തിൻ്റെ 77ാമത് റിപ്പബ്ലിക് ഡേ എന്ന ഈ ഒരു ദിവസം നമ്മുടെ മുന്നിലേക്ക് മനോഹരമായ കാഴ്ചകൾ കാഴ്ചവച്ച സ്കൂളിലെ വിദ്യാർത്ഥിനികൾക്കായിരിക്കട്ടെ നമ്മുടെ ഇന്നത്തെ ഒരു ബിഗ് സല്യൂട്ട്. രാവിലെ ഉള്ള എല്ലാ തിരക്കുകളും മാറ്റിവെക്കാൻ പറ്റുന്ന ആൾക്കാർ എല്ലാവരും ഇന്ന് ഈ ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നു. 1950 ജനുവരി 26-നാണ് ഇന്ത്യൻ ഭരണഘടന പ്രാബല്യത്തിൽ വന്നത്. എന്താണ് ഭരണഘടന, ആരാണ് ഭരണഘടന ഉണ്ടാക്കിയത് എന്നൊക്കെ നമ്മൾ ഈ ഒരു ദിവസം അറിഞ്ഞിരിക്കണം. ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു ഈ രാജ്യത്തിൻ്റെ ഭരണഘടനാ ശില്പി. ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ ആദ്യത്തെ നിയമമന്ത്രി കൂടിയായിരുന്നു ഡോക്ടർ അംബേദ്കർ എന്ന ബാബാ സാഹിബ്. ദളിതരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുകയും അത് നേടിക്കൊടുക്കുകയും ചെയ്ത വ്യക്തി. നമ്മുടെ ഈ ഒരു രാജ്യത്തിന് ഭരണഘടന ഉള്ളതുകൊണ്ടാണ് ഈ രാജ്യം ഇന്ന് മതഭ്രാന്തന്മാർക്കും വർഗീയവാദികൾക്കും വിട്ടുകൊടുക്കാതെ ഇങ്ങനെ നിലനിൽക്കുന്നത്. തൊട്ടുകൂടാത്തവർ എന്ന് കരുതപ്പെടുന്ന മഹർ എന്ന ജാതിയിലാണ് BR അംബേദ്കർ ജനിച്ചത്. ഈ രാജ്യത്ത് നിൽക്കുന്ന ദളിതർക്കും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കും വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവനും അദ്ദേഹം പോരാടിയത്. ഇന്ത്യ എന്ന നമ്മുടെ രാജ്യത്തിന് വേണ്ടി അദ്ദേഹം പോരാടി നേടിത്തന്നത് ചെറിയ സംഭാവനകളൊന്നുമല്ല. അവരുടെയൊക്കെ ജീവിതവും ജീവിത പോരാട്ടവും ഈ രാജ്യത്തിനും ഈ രാജ്യത്തിലെ ഓരോ ജനങ്ങൾക്കും വേണ്ടിയായിരുന്നു. ഇന്നത്തെ ഈ ഒരു ദിവസത്തിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോൾ നമുക്കുള്ള പായസവും അവിടെ എത്തി. പായസം കുടിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും വീട്ടിൽ പോകാട്ടോ. ഇന്നത്തെ ഈ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു റിപ്പബ്ലിക് ഡേ ദിനാശംസകൾ നേരുന്നു. നമ്മുടെ ഈ രാജ്യത്ത് സത്യവും നീതിയും സമാധാനവും നിലനിൽക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ കൊച്ചു വീഡിയോ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് എന്തായാലും ഞാൻ നിങ്ങളെ മുന്നിലേക്ക് വരും. അതുവരേക്കും ബൈ ബൈ.